ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ആൻഡ് കാൽക്കുലേറ്റിംഗ്. 2024 ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 1 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 1. 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. 2024 ഫെബ്രുവരി 1 നിർമ്മല സീതാരാമൻ 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത്. 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചത് 2024 ഫെബ്രുവരി 1 കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന എത്രാമത്തെ ബജറ്റ് ആയിരുന്നു 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ്? നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റ് ആയിരുന്നു 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വനിതാ ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. എന്നാൽ തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മൊറാർജി ദേശായി ആണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര ധനകാര്യ മന്ത്രി മൊറാർജി ദേശായി ആണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ കേന്ദ്ര വനിതാ ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ഈ ബജറ്റ് അവതരിപ്പിക്കാൻ നിർമ്മല സീതാരാമൻ എടുത്ത സമയം 56 മിനിറ്റ് ആണ്. നിർമ്മല സീതാരാമൻ ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും ചെറിയ ബജറ്റ് സെഷൻ ആയിരുന്നു ഈ കേന്ദ്ര ഇടക്കാല ബജറ്റ്. 2024-25 കേന്ദ്ര ഇടക്കാല ബജറ്റ് നിർമ്മല സീതാരാമൻ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ ബജറ്റ് സെഷൻ ആയിരുന്നു. ഈ ബജറ്റ് അവതരിപ്പിക്കാൻ എടുത്ത സമയം 56 മിനിറ്റ് ആണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരണം നടത്തിയത് നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ ബജറ്റ് അവതരണം നടത്തിയത് നിർമ്മല സീതാരാമനാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നയപ്രഖ്യാപനം നടത്തിയ ആദ്യത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നയപ്രഖ്യാപനം നടത്തിയ ആദ്യത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. പ്രധാനമന്ത്രി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി സംവദിക്കുന്ന പരിപാടിയായ പരീക്ഷാ പേ ചർച്ചയിൽ അവതാരകയായ ആദ്യത്തെ മലയാളി വിദ്യാർത്ഥിനിയാണ് മേഘ്ന എൻ നാഥ്. പ്രധാനമന്ത്രി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി സംവദിക്കുന്ന പരിപാടിയായ പരീക്ഷാ പേ ചർച്ചയിൽ അവതാരകയായ ആദ്യത്തെ മലയാളി വിദ്യാർത്ഥിനി കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയായ മേഘ്ന എൻ നാഥ് ആണ്. ഇന്ത്യയിലെ ബോർഡ് എക്സാമുകളും എൻട്രൻസ് എക്സാമുകളും എഴുതാൻ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവാദ പരിപാടി നടത്തുന്നത്. പ്രധാനമന്ത്രി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമായി സംവദിക്കുന്ന പരിപാടിയായ പരീക്ഷാ പേ ചർച്ചയിൽ അവതാരകയായ ആദ്യത്തെ മലയാളി വിദ്യാർത്ഥിനിയാണ് മേഘ്ന എൻ നാഥ്. മലേഷ്യയുടെ പുതിയ രാജാവാണ് ഇബ്രാഹിം ഇസ്കന്ദർ. മലേഷ്യയുടെ പുതിയ രാജാവാരാണ്? ഇബ്രാഹിം ഇസ്കന്ദർ ആണ്. മലേഷ്യയുടെ 17ാമത്തെ രാജാവാണ് ഇബ്രാഹിം ഇസ്കന്ദർ. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയെയാണ്.
ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയമായിരുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് എന്നതാണ്. 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽ ബീയിങ് എന്നതാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ബാബ്സ് ഹിന്ദു മന്ദിർ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ് അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ബാബ്സ് ഹിന്ദു മന്ദിർ. 2023 ഹുറൂൺ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 2023 ഹുറൂൺ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 2ാം സ്ഥാനത്ത് വന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ആണ്. 2023 ഹുറൂൺ ഇൻഡെക്സ് പ്രകാരം ആഗോളതലത്തിലെ ഏറ്റവും വലിയ മൂല്യമുള്ള കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആപ്പിൾ ആണ്. 2023 ഹുറൂൺ ഇൻഡെക്സ് പ്രകാരം ആഗോളതലത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആപ്പിൾ ആണ്. ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തെത്തിയത് മൈക്രോസോഫ്റ്റുമാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാൻ ഏതൊക്കെ ഗായകരുടെ ശബ്ദമാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി പുനഃസൃഷ്ടിച്ചത്? ഷാഹുൽ ഹമീദ്, ബംബ ബാക്യ എന്നിവരുടെ ശബ്ദമാണ് AR റഹ്മാൻ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പുനഃസൃഷ്ടിച്ചത്. പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാൻ ഏതൊക്കെ ഗായകരുടെ ശബ്ദമാണ് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുകൂടി പുനഃസൃഷ്ടിച്ചത്? ഷാഹുൽ ഹമീദ്, ബംബ ബാക്യ എന്നീ ഗായകരുടെ ശബ്ദമാണ് AR റഹ്മാൻ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നിർമ്മിച്ചത്. 2024 MV ദേവൻ പുരസ്കാരത്തിന് അർഹനായത് കാനായി കുഞ്ഞിരാമനാണ്. 2024 MV ദേവൻ പുരസ്കാരത്തിന് അർഹനായത് കാനായി കുഞ്ഞിരാമനാണ്. 2020 ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിൽ 150 മത്സരം തികച്ച ആദ്യത്തെ താരം ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ്. 2020 ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിൽ 150 മത്സരം തികച്ച ആദ്യത്തെ താരം ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ്. ജമ്മു കാശ്മീരിലെ രജൌറി, പൂഞ്ച് മേഖലകളിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം നടന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കരസേന തിരിച്ചടിക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിലെ രജൌറി, പൂഞ്ച് മേഖലകളിൽ സൈനികർക്ക് നേരെ ഭീകരാക്രമണം നടന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ കരസേന തിരിച്ചടിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദിയായത് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കാണ്. 2024 കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായത് തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കാണ്. ഇന്ത്യയിൽ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് യുവിൻ. ഇന്ത്യയിൽ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് യുവിൻ പോർട്ടൽ. തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി. തെരുവിൽ ഒറ്റപ്പെട്ടു പോയവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഉദയം പദ്ധതി. ബഹിരാകാശ യാത്രക്കാർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. ബഹിരാകാശ യാത്രക്കാർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ്.
ആസ്ട്രോബോൺ എയ്റോസ്പേസ് എന്ന കമ്പനിയാണ് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. ആസ്ട്രോബോൺ എയ്റോസ്പേസ് എന്ന കമ്പനിയാണ് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്നത്. ബഹിരാകാശ യാത്രക്കാർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശാണ്. 2023-24 സീസണിലെ 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ വേദിയാകുന്നത് അരുണാചൽ പ്രദേശാണ്. 2024 സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. 2024 സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനിയായ നംബിയോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് അബുദാബിയാണ്. ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനിയായ നംബിയോയുടെ 2024 റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് അബുദാബിയാണ്. ഇത് തുടർച്ചയായിട്ട് 8ാം തവണയാണ് അബുദാബി ഈ നേട്ടം കൈവരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവ റിസർവ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവ റിസർവ് പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻഡ്ലെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ ഹാൻഡ്ലെയിലാണ്. തമിഴ് ചലച്ചിത്ര താരം വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. തമിഴ് ചലച്ചിത്ര താരം വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കാപ്പാട് ബീച്ചാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യത്തെ ബീച്ച് കാപ്പാട് ബീച്ചാണ്. രാജ്യത്ത് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനായി കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനായി കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ തുക ചിലവഴിച്ച സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ജയന്തി കൃഷ്ണനാണ്. സംസ്ഥാനത്തെ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ജയന്തി കൃഷ്ണൻ. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരം നേടിയത് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിയാണ്. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരം അല്ലെങ്കിൽ നൈറ്റ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം നേടിയത് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിയാണ്. 2024 ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഇൻ ദി ജനറൽ ഡിവിഷൻ ലഭിച്ച മലയാളിയാണ് ഡോക്ടർ കുരുവിള മാത്യു. 2024 ഓസ്ട്രേലിയൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൽകുന്ന മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഇൻ ദി ജനറൽ ഡിവിഷൻ ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു ആണ്. 2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ ഹിമപ്പുലികളുടെ എണ്ണം 718 ആണ്. 2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആകെ ഹിമപ്പുലികളുടെ എണ്ണം 718. ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് ലഡാക്കിലാണ്.
2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം 477 ഹിമപ്പുലികളാണ് ലഡാക്കിൽ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഹിമപ്പുലികൾ ഉള്ളത് ലഡാക്കിൽ. ഇന്ത്യയിലെ ആകെ ഹിമപ്പുലികളുടെ എണ്ണം 2024 ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം 718. 2024 ശ്രീശങ്കര പുരസ്കാര ജേതാവ് ISRO ചെയർമാൻ എസ് സോമനാഥാണ്. 2024 ശ്രീശങ്കര പുരസ്കാര ജേതാവ് ISRO ചെയർമാൻ എസ് സോമനാഥാണ്. ഏത് മ്യൂസിയത്തിൽ നിന്നുമാണ് കേരളത്തിലെ കഥകളി ആചാര്യന്മാരുടെ അപൂർവ ചിത്രങ്ങൾ കണ്ടെത്തിയത്? സ്വിറ്റ്സർലൻഡിലെ സ്യൂറിച്ചിലെ റൈറ്റ്ബർഗ് മ്യൂസിയത്തിൽ നിന്നും. ഏത് മ്യൂസിയത്തിൽ നിന്നുമാണ് കേരളത്തിലെ കഥകളി ആചാര്യന്മാരുടെ അപൂർവ ചിത്രങ്ങൾ കണ്ടെത്തിയത്? റൈറ്റ്സ്ബർഗ് മ്യൂസിയം, സ്യൂറിച്ച്, സ്വിറ്റ്സർലൻഡ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമായ ഡെവിൾ സ്ട്രൈക്ക് അഭ്യാസത്തിന് വേദിയായത് സിലിഗുരി ഇടനാഴിയാണ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമായ ഡെവിൾ സ്ട്രൈക്ക് അഭ്യാസത്തിന് വേദിയായത് ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിയാണ്. സിലിഗുരി ഇടനാഴി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമായ ഡെവിൾ സ്ട്രൈക്ക് അഭ്യാസത്തിന് വേദിയായത് സിലിഗുരി ഇടനാഴിയാണ്. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികൾ ചേർന്ന് ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ് അരകവ്യൂഹം. അരകവ്യൂഹം എന്ന പദത്തിന്റെ അർത്ഥം ശബ്ദ കോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥനാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥനാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1972 ക്ഷമിക്കണം, അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1967 പത്മഭൂഷൺ പുരസ്കാരമാണ് 1972 ലഭിച്ചത്. പത്മവിഭൂഷണാണ് 1989 ലഭിക്കുന്നത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1967 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 1972 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 1989 2024 ഫെബ്രുവരിയിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1967 പത്മഭൂഷൺ പുരസ്കാരം 1972 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 1989 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 4. 2022 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിൽ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നതാണ്. 2022 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിലെ ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനം ടിക്കറ്റ് കൗണ്ടറുകളിൽ ഉപയോഗിച്ചു തുടങ്ങിയ യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് പാരീസിലെ ഈഫൽ ടവർ. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനം ടിക്കറ്റ് കൗണ്ടറുകളിൽ ഉപയോഗിച്ചു തുടങ്ങിയ യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ ആണ്.
പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശാണ്. പ്രഥമ ബീച്ച് ഗെയിംസ് 2024 ജേതാക്കളായത് മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുംബൈ ഗോവയിലാണ്. ഇന്ത്യയിലെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് NH-66 മുംബൈ ടു ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് NH-66 മുംബൈ മുതൽ ഗോവ വരെയാണ്. ഭാരതരത്നം നേടിയ 50ാമത്തെ വ്യക്തി LK അദ്വാനിയാണ്. ഭാരതരത്ന പുരസ്കാരം നേടിയ 50ാമത്തെ വ്യക്തി LK അദ്വാനിയാണ്. 2002 മുതൽ 2004 വരെ ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് LK അദ്വാനി. ഭാരതരത്ന പുരസ്കാരം നേടിയ 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. 2024 പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിച്ച ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിച്ച ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. 2008 ബീജിംഗിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യത്തെ ഒളിമ്പിക്സ് വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിത്തന്ന താരമാണ് അഭിനവ് ബിന്ദ്ര. 10 മീറ്റർ എയർ റൈഫിൾസ് വിഭാഗത്തിലായിരുന്നു അഭിനവ് ബിന്ദ്ര 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ ദീപശിഖ വഹിച്ച ഇന്ത്യൻ താരം അഭിനവ് ബിന്ദ്രയാണ്. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഈറോഡാണ്. 2024 100ാം വാർഷികം ആഘോഷിച്ച അൽ അമീൻ പത്രത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 2024 100ാം വാർഷികം ആഘോഷിച്ച പത്രമാണ് അൽ അമീൻ എന്ന പത്രം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. 1924 കോഴിക്കോട് ആസ്ഥാനമായിട്ടാണ് അൽ അമീൻ പത്രം പുറത്തിറങ്ങിയിരുന്നത്. 2024 100ാം വാർഷികം ആഘോഷിച്ച അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളം കവി NK ദേശത്തിന്റെ യഥാർത്ഥ നാമം N കുട്ടിക്കൃഷ്ണ പിള്ള എന്നാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളം കവി NK ദേശത്തിന്റെ യഥാർത്ഥ നാമമാണ് N കുട്ടിക്കൃഷ്ണ പിള്ള. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പവിഴമല്ലി, അന്തിമലരി, അപ്പൂപ്പൻ താടി, കന്യാഹൃദയം, ചൊട്ടയിലെ ശീലം, ഉല്ലേഖം, എലിമീശ, മുദ്ര, മഴത്തുള്ളികൾ എന്നിവയൊക്കെ. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കവിതാ സമാഹാരമാണ് ദേശികം. ഇത് കൂടാതെ ടാഗോറിന്റെ ഗീതാഞ്ജലി അദ്ദേഹം വിവർത്തനവും ചെയ്തിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാളം കവി NK ദേശത്തിന്റെ യഥാർത്ഥ നാമം N കുട്ടിക്കൃഷ്ണ പിള്ള എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പവിഴമല്ലി, അന്തിമലരി, അപ്പൂപ്പൻ താടി, കന്യാഹൃദയം, ചൊട്ടയിലെ ശീലം, ഉല്ലേഖം, എലിമീശ, മുദ്ര, മഴത്തുള്ളികൾ. കൂടാതെ ടാഗോറിന്റെ ഗീതാഞ്ജലി അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. NK ദേശത്തിന്റെ സമ്പൂർണ്ണ കവിതാ സമാഹാരമാണ് ദേശികം. NK ദേശത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2007 മുദ്ര എന്ന കൃതിക്കാണ്. NK ദേശത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് 2007 അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് മുദ്ര. NK ദേശത്തിന്
കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2009 മുദ്ര എന്ന കൃതിക്ക് തന്നെയാണ്. NK ദേശത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് 2009 കൃതി മുദ്രയാണ്. മുദ്ര എന്ന കൃതിക്ക് 2007 ഓടക്കുഴൽ പുരസ്കാരവും 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും NK ദേശത്തിന് ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരം NK ദേശത്തിന് ലഭിച്ചത് 2016 ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരവും NK ദേശത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏതാണ് വർഷം? 2016. അടുത്തിടെ അന്തരിച്ച NK ദേശത്തിന്റെ യഥാർത്ഥ നാമം N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പവിഴമല്ലി, അന്തിമലരി, അപ്പൂപ്പൻതാടി, കന്യാഹൃദയം, ചൊട്ടയിലെ ശീലം, ഉല്ലേഖം, എലിമീശ, മുദ്ര, മഴത്തുള്ളികൾ എന്നിവ. NK ദേശത്തിന്റെ സമ്പൂർണ്ണ കവിതാ സമാഹാരമാണ് ദേശികം. ഗീതാഞ്ജലി അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ വിവർത്തനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരം 2016 NK ദേശത്തിന് ലഭിച്ചു. 2007 ഓടക്കുഴൽ പുരസ്കാരവും 2009 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും മുദ്ര എന്ന കൃതിക്കും ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാഭ്യാസമാണ് വായുശക്തി 2024. ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാഭ്യാസമാണ് വായുശക്തി 2024. വായുശക്തി 2024 വേദിയായത് രാജസ്ഥാനിലെ പൊക്രാനാണ്. വായുശക്തി 2024 വേദിയായത് രാജസ്ഥാനിലെ പൊക്രാനാണ്. 3 വർഷത്തിലൊരിക്കലാണ് വ്യോമസേന വായുശക്തി എന്ന പേരിൽ വ്യോമാഭ്യാസം നടത്തുന്നത്. ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന ഏറ്റവും വലിയ വ്യോമാഭ്യാസമാണ് വായുശക്തി 2024. കേന്ദ്ര സർക്കാർ വിപണിയിൽ ഇറക്കുന്ന അരിയാണ് ഭാരത് അരി. കേന്ദ്ര സർക്കാർ വിപണിയിൽ ഇറക്കുന്ന അരിയാണ് ഭാരത് അരി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 150 വിക്കറ്റുകൾ തികച്ച ഇന്ത്യൻ താരമാണ് ജസ്പ്രീത് ബുംറ. മത്സര പരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷയും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കുന്ന പൊതുപരീക്ഷാ ബിൽ 2024 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. മത്സര പരീക്ഷകളിൽ ക്രമക്കേട് കാണിക്കുന്നവർക്ക് 10 വർഷം വരെ ജയിൽ ശിക്ഷ നൽകുകയും 1 കോടി രൂപ വരെ പിഴ ലഭിക്കുകയും ചെയ്യുന്ന പൊതുപരീക്ഷാ ബിൽ 2024 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. പൊതുപരീക്ഷാ ബിൽ 2024 ലോക്സഭ പാസ്സാക്കിയത് 2024 ഫെബ്രുവരി 6 പൊതുപരീക്ഷാ ബിൽ 2024 ലോക്സഭ പാസ്സാക്കിയത് 2024 ഫെബ്രുവരി 6 കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് വാഇൽ അൽ ദഹദൂദിനാണ്. അൽ ജസീറ ന്യൂസ് ചാനലിന്റെ ഗാസയിലെ ബ്യൂറോ ചീഫാണ് വാഇൽ അൽ ദഹദൂദ്. അദ്ദേഹത്തിനാണ് കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അൽ ജസീറ ന്യൂസ് ചാനലിന്റെ ഗാസയിലെ ബ്യൂറോ ചീഫായ വാഇൽ അൽ ദഹദൂദിനാണ്. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി ആരംഭിച്ച കോഴ്സാണ് പച്ച മലയാളം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച കോഴ്സാണ് പച്ച മലയാളം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്കായി കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച കോഴ്സാണ് പച്ച മലയാളം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി റഷ്യയുടെ ഓലെഗ് കോനെൻകോയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി റഷ്യയുടെ
ഓലെഗ് കോനെൻകോയാണ്. 878 ദിവസവും 12 മണിക്കൂറുമാണ് അദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചത്. ദയാനന്ദ സരസ്വതിയുടെ 200ാം ചരമവാർഷികം ആഘോഷിച്ചത് 2024 ഫെബ്രുവരി 12-നാണ്. ദയാനന്ദ സരസ്വതിയുടെ 200ാം ജന്മവാർഷികം ആചരിച്ചത് 2024 ഫെബ്രുവരി 12-നാണ്. 1824 ഫെബ്രുവരി 12-നാണ് ദയാനന്ദ സരസ്വതി ജനിച്ചത്. 2024 ഫെബ്രുവരിയിൽ ലോക ചെസ് സംഘടനയായ ഫിഡെ മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി ആദരിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസ താരമാണ് മിർ സുൽത്താൻ ഖാൻ. 2024 ഫെബ്രുവരിയിൽ ലോക ചെസ് സംഘടനയായ ഫിഡെ മരണാനന്തര ബഹുമതിയായി ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകി ആദരിച്ച അവിഭക്ത ഇന്ത്യയിലെ ചെസ് ഇതിഹാസ താരമാണ് മിർ സുൽത്താൻ ഖാൻ. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി. കേരള ആരോഗ്യ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി. ചെടിയിൽ നിന്ന് പുതുമണ്ണിന്റെ മണമുള്ള അത്തർ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം തിരുവനന്തപുരത്തെ പാലോട് സ്ഥിതി ചെയ്യുന്ന ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ചെടിയിൽ നിന്നും പുതുമണ്ണിന്റെ മണമുള്ള അത്തർ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാലോട്, തിരുവനന്തപുരം. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് USA ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് USA ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. 3 രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു രാജ്യം അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയാണ്. മറ്റ് 2 രാജ്യങ്ങൾ മെക്സിക്കോയും കാനഡയുമാണ്. 2026 ലോകകപ്പ് മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവയാണ്. 2026 ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് മെക്സിക്കോയിലെ ആസ്ടെക്ക സ്റ്റേഡിയമാണ്. 2026 ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് മെക്സിക്കോയിലെ ആസ്ടെക്ക സ്റ്റേഡിയമാണ്. 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ്. ഉദ്ഘാടന മത്സരത്തിന് വേദിയാകുന്നത് മെക്സിക്കോയിലെ ആസ്ടെക്ക സ്റ്റേഡിയം ആണെങ്കിൽ ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ്, കേരള സർക്കാർ നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഗോവയിൽ സംസ്ഥാന രൂപീകരണം മുതലേ തന്നെ യൂണിഫോം സിവിൽ കോഡ് നിലവിലുണ്ട്. എന്നാൽ അത് പോർച്ചുഗീസ് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ബാംഗ്ലൂരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ബാംഗ്ലൂരിന് 6ാം സ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ എത്രാം സ്ഥാനമാണ് ബാംഗ്ലൂരിന്? 6ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്.
ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള നഗരം ലണ്ടനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടനാണ്. 6-ാം സ്ഥാനത്ത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ബാംഗ്ലൂരാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹാഗെ ഗെയിൻഗോബ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? നമീബിയ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ഹാഗെ ഗെയിൻഗോബ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? നമീബിയ. 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ ആണ്. 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ ആണ്. മനോജ് ജാദവേദരെ 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് മാന്ത്രികനായ മാൻഡ്രേക്ക്. മാന്ത്രികനായ മാൻഡ്രേക്ക് എന്ന കൃതിക്കാണ് 2024 അക്ബർ കക്കട്ടിൽ പുരസ്കാരം മനോജ് ജാദവേദർക്ക് ലഭിച്ചത്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. അദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് സമുദ്രശില. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ്. കൃതി സമുദ്രശില. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് റിതു ബെഹ്റയാണ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് റിതു ബെഹ്റയാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദിയായത് കാസർഗോഡാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി കാസർഗോഡാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം ജസ്പ്രീത് ബുംറയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റുകളിലും ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനത്തിലും T20യിലും 1-ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യത്തെ ബൗളറാണ് ജസ്പ്രീത് ബുംറ. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ ജയ ഹോ തെലുങ്കാനയാണ്. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ജയ ജയ ഹോ തെലങ്കാനയാണ്. തെലങ്കാനക്കാരുടെ മാതൃദേവതയായ താലിയെ പ്രകീർത്തിക്കുന്ന ഗാനമാണ് അവരുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഗാനം ജയ ജയ ഹോ തെലങ്കാനയാണ്. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലെ പുതിയ ചുരുക്കെഴുത്ത് TG ആണ്. തെലങ്കാന സംസ്ഥാനത്തിന്റെ ഇംഗ്ലീഷിലെ പുതിയ ചുരുക്കെഴുത്ത് TG ആണ്. മുൻപ് ഇത് TS എന്നായിരുന്നു. 66ാമത് ഗ്രാമി അവാർഡ് 2024 മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുത്തത് ദിസ് മൊമെന്റ് എന്ന ആൽബമാണ്. 66ാമത് ഗ്രാമി പുരസ്കാരമാണ് 2024 നൽകിയത്. 66ാമത് ഗ്രാമി അവാർഡിലെ മികച്ച ഗ്ലോബൽ മ്യൂസിക്കായി തിരഞ്ഞെടുത്തത് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുത്തത് ദിസ് മൊമെന്റ് എന്ന ആൽബമാണ്. ശക്തി എന്ന ഇന്ത്യൻ ഫ്യൂഷൻ ബാൻഡിന്റെ ആൽബമാണ് ദിസ് മൊമെന്റ്. ശക്തി എന്ന ഇന്ത്യൻ ഫ്യൂഷൻ ബാൻഡിന്റെ ആൽബമാണ് ദിസ് മൊമെന്റ്. ശക്തി ബാൻഡിലെ അംഗങ്ങൾ ഗായകൻ ശങ്കർ മഹാദേവൻ, തബലിസ്റ്റ് ഉസ്താദ് സക്കീർ ഹുസൈൻ, വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ, താളവിദ്യാ വിദഗ്ധൻ വി സെൽവഗണേഷ്, ഗിത്താറിസ്റ്റ് ജോൺ മക്ലോഫ്ലിൻ എന്നിവരാണ്. 66ാമത് ഗ്രാമി അവാർഡിലെ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിസ് മൊമെന്റ് ആണ്. ശക്തി എന്ന ഇന്ത്യൻ ഫ്യൂഷൻ ബാൻഡിന്റെ ആൽബമാണ് ദിസ് മൊമെന്റ്. ശക്തി ബാൻഡിലെ അംഗങ്ങൾ ഗായകൻ ശങ്കർ മഹാദേവൻ, തബലിസ്റ്റ് ഉസ്താദ് സാക്കിർ ഹുസൈൻ, വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ, താളവിദ്യാ വിദഗ്ധൻ വി സെൽവഗണേഷ്, ഗിത്താറിസ്റ്റ് ജോൺ മക്ലോഫ്ലിൻ എന്നിവരാണ്.
66ാമത് ഗ്രാമി അവാർഡിലെ മികച്ച ആൽബമായി തിരഞ്ഞെടുത്തത് മിഡ് നൈറ്റ്സ് എന്ന ആൽബമാണ്. ടൈലർ സ്വിഫ്റ്റിൻ്റെതാണ് മിഡ് നൈറ്റ്സ്. 66ാമത് ഗ്രാമി അവാർഡ്സിലെ മികച്ച ആൽബം മിഡ് നൈറ്റ്സ് എന്ന ആൽബമാണ്. മികച്ച ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം 4 തവണ നേടുന്ന ആദ്യത്തെ പോപ്പ് താരമാണ് ടൈലർ സ്വിഫ്റ്റ്. മികച്ച ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം 4 തവണ നേടുന്ന ആദ്യത്തെ പോപ്പ് താരമാണ് ടൈലർ സ്വിഫ്റ്റ്. മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം നേടിയത് ബാർബി എന്ന ചിത്രത്തിലെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനമാണ്. മികച്ച ഗാനത്തിനുള്ള 66ാമത് ഗ്രാമി പുരസ്കാരം നേടിയത് ബാർബി എന്ന ചിത്രത്തിലെ ഗാനമായ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനമാണ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിലെ റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ഫ്ലവേഴ്സ് ആണ്. മിലേ സൈറസിന്റെ ഫ്ലവേഴ്സ് ആണ് 66ാമത് ഗ്രാമി പുരസ്കാരത്തിലെ റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്. മികച്ച ഗ്ലോബൽ മ്യൂസിക്കൽ പെർഫോമൻസിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞരാണ് രാകേഷ് ചൗരസിയയും സക്കീർ ഹുസൈനും. മികച്ച ഗ്ലോബൽ മ്യൂസിക്കൽ പെർഫോമൻസിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞരാണ് രാകേഷ് ചൗരസിയയും സക്കീർ ഹുസൈനും. പഷ്തോ എന്ന ഗാനത്തിനാണ് ഇരുവർക്കും പുരസ്കാരം ലഭിച്ചത്. മികച്ച ഗ്ലോബൽ മ്യൂസിക്കൽ പെർഫോമൻസിനുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഗീതജ്ഞരാണ് പുല്ലാങ്കുഴൽ വിദഗ്ധനായ രാകേഷ് ചൗരസിയയും തബല മാന്ത്രികനായ സക്കീർ ഹുസൈനും. മഹ്താരി വന്ദൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. മഹ്താരി വന്ദൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകൾക്കും വിവാഹബന്ധം വേർപെടുത്തിയവരുമായിട്ടുള്ള ഛത്തീസ്ഗഡ് സ്വദേശികളായ സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് മഹ്താരി വന്ദൻ യോജന. ഈ പദ്ധതിയിലൂടെ പ്രതിമാസം 1000 രൂപ സഹായം ലഭിക്കും. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ജോൺ ബ്രിട്ടാസ് ആണ്. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ജോൺ ബ്രിട്ടാസ് ആണ്. ലോകസഭയിലെ മികച്ച പ്രകടനത്തിനുള്ള ലോക്മത് പാർലമെന്ററി പുരസ്കാരത്തിന് 2023 അർഹനായത് ശശി തരൂരാണ്. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിനുള്ള ലോക്മത് പാർലമെന്ററി പുരസ്കാരത്തിന് 2023 അർഹനായ മലയാളി ശശി തരൂരാണ്. ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്കിന്റെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് വർക്കല പാപനാശം ബീച്ചാണ്. ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്കിന്റെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ചാണ് വർക്കല പാപനാശം ബീച്ച്. കേരളത്തിന്റെ മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. കേരളത്തിന്റെ മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്ന വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. 2024 കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് ആണ്. 2024 കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് ആണ്. 2023 കടമ്മനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2023 കടമ്മനിട്ട പുരസ്കാര ജേതാവ് പ്രഭാവർമ്മ. 2024 കടമ്മനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദ് ആണ്. ഓസ്ട്രേലിയൻ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ വരുൺ ഘോഷാണ്. ഓസ്ട്രേലിയൻ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ വരുൺ ഘോഷാണ്. ഇന്ത്യയിൽ ജനിച്ച ഒരാൾ ഓസ്ട്രേലിയൻ സെനറ്റിൽ അംഗമാകുന്നത് ഇതാദ്യമായിട്ടാണ്. ഓസ്ട്രേലിയൻ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് വരുൺ ഘോഷ്. അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ് ഫോക്ക് 2024 വേദിയായത് തൃശ്ശൂരാണ്. അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ് ഫോക്കിന് 2024 വേദിയായത് തൃശ്ശൂരാണ്.
ഇറ്റ്ഫോക്കിന്റെ പൂർണ്ണ രൂപം ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നാണ്. അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന് 2024 വേദിയായത് തൃശ്ശൂരാണ്. ഇറ്റ്ഫോക്കിന്റെ പൂർണ്ണ രൂപം ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നാണ്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന കേരള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം. മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന കേരള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിപാടിയാണ് കെ ലിഫ്റ്റ് പദ്ധതി. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിപാടിയാണ് കെ ലിഫ്റ്റ് പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയാണ്. കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത് മാനാഞ്ചിറയാണ്. കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറയാണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് നിലവിൽ വന്നത്. പെൺകുട്ടികളുടെ അണ്ടർ 19 സാഫ് കപ്പ് ഫുട്ബോളിലെ ജേതാക്കൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. പെൺകുട്ടികളുടെ അണ്ടർ 19 സാഫ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ഫൈനലിൽ നിശ്ചിത സമയത്തും ഷൂട്ടൌട്ടിലും സമനില ആയതിനെ തുടർന്നാണ് സംയുക്ത ജേതാക്കളായി ഇന്ത്യയും ബംഗ്ലാദേശിനെയും പ്രഖ്യാപിച്ചത്. പെൺകുട്ടികളുടെ അണ്ടർ 19 സാഫ് കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. ബംഗ്ലാദേശിലെ ധാക്കയാണ് മത്സരങ്ങൾക്ക് വേദിയായത്. 11ാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായത് ദുബായ് ആണ്. 11ാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായത് ദുബായ് ആണ്. ഉച്ചകോടിയിലെ അതിഥി രാജ്യങ്ങളായിരുന്നത് ഇന്ത്യയും ഖത്തറും തുർക്കിയുമാണ്. 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയിലെ അതിഥി രാജ്യങ്ങളായിരുന്നത് ഇന്ത്യയും ഖത്തറും തുർക്കിയുമാണ്. 11ാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് വേദിയായത് ദുബായ് ആണ്. ആകാശ് ദീപ് പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ്. ആകാശ് ദീപ് പുരസ്കാരത്തിന് അർഹനായ മലയാള സാഹിത്യകാരൻ ശ്രീ MT വാസുദേവൻ നായരാണ്. ആകാശ് ദീപ് പുരസ്കാരം നൽകുന്നത് ഹിന്ദിയിലും മറ്റ് ഇതര ഇന്ത്യൻ ഭാഷകളിലുമായിട്ട് ഓരോ അവാർഡുകളാണ് നൽകുന്നത്. 2024 ആകാശ് ദീപ് പുരസ്കാരത്തിന് അർഹനായത് MT വാസുദേവൻ നായരാണ്. ഹിന്ദി ഭാഷയിലെ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ലയായിരുന്നു. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച മുൻ പ്രധാനമന്ത്രിമാരാണ് ചരൺ സിംഗും PV നരസിംഹ റാവുവും. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച മുൻ പ്രധാനമന്ത്രിമാർ ചരൺ സിംഗും PV നരസിംഹ റാവുവുമാണ്. 2024 5 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. 1 കർപ്പൂരി ഠാക്കൂർ, ചരൺ സിംഗ്, PV നരസിംഹ റാവു, ഡോക്ടർ MS സ്വാമിനാഥൻ, LK അദ്വാനി എന്നിവർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകത്ത് പാർവതി പുത്തനാറിന് കുറുകെയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം എന്ന സ്ഥലത്ത് പാർവതി പുത്തനാറിന് കുറുകെയാണ്. മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന
പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ് ഡോക്ടർ അതുൽ മോഹൻ. ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. PDF ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തിരുത്തി ചെയ്യുന്നതായിരിക്കും, ദയവായി ക്ഷമിക്കുക. പ്രായം കുറഞ്ഞ ചുവപ്പ് കുള്ളൻ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ അതിവേഗ പ്രവാഹത്തിന്റെ സൂചനകൾ ആദ്യമായി കണ്ടെത്തിയ മലയാളി ഗവേഷകനാണ് ഡോക്ടർ അതുൽ മോഹൻ. AD ലിയോ എന്ന ചുവപ്പ് കുള്ളൻ നക്ഷത്രത്തിൽ നിന്നുള്ള പ്ലാസ്മ പ്രവാഹ സിഗ്നലുകളാണ് അദ്ദേഹം കണ്ടെത്തിയത്. മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബ്രെയിൻ ഗെയിൻ. മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബ്രെയിൻ ഗെയിൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ A. രാമചന്ദ്രന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വർഷം 2005 ആണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ A. രാമചന്ദ്രന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വർഷം 2005. 2024 അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. 2024 അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ദക്ഷിണാഫ്രിക്കയായിരുന്നു വേദി. 2024 അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. റണ്ണേഴ്സ് അപ്പ് ഇന്ത്യയാണ്. മത്സരം നടന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. 2023 AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഖത്തറാണ്. 2023 AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഖത്തറാണ്. റണ്ണേഴ്സ് അപ്പ് ജോർദാൻ ആയിരുന്നു. വേദിയായത് ഖത്തറാണ്. 2023 AFC ഏഷ്യ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഖത്തർ, വേദിയായതും ഖത്തറാണ്. റണ്ണേഴ്സ് അപ്പ് ജോർദാനാണ്. 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച വ്യക്തി ചെറുവയൽ രാമനാണ്. ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 13 ആണ്. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. 2024 ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് റേഡിയോ ഒരു നൂറ്റാണ്ട്, വിവരവും വിനോദവും വിദ്യാഭ്യാസവും എന്നതാണ്. 2024 ലോക റേഡിയോ ദിനത്തിന്റെ പ്രമേയം റേഡിയോ ഒരു നൂറ്റാണ്ട്, വിവരവും വിനോദവും വിദ്യാഭ്യാസവും. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് അലക്സാണ്ടർ സ്റ്റംപ് ചുമതലയേറ്റത്? ഫിൻലാൻഡ്. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടാണ് അലക്സാണ്ടർ സ്റ്റംപ് ചുമതലയേറ്റത്? ഫിൻലാൻഡ്. 2024 ഫെബ്രുവരിയിൽ സൂര്യനിൽ പ്രത്യക്ഷപ്പെട്ട സൗരകളങ്കമാണ് AR 3576. 2024 ഫെബ്രുവരിയിൽ സൂര്യനിൽ പ്രത്യക്ഷപ്പെട്ട സൗരകളങ്കം AR 3576. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഗ്രാമം പദ്ധതി. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഗ്രാമം പദ്ധതി. ശാസ്ത്രരംഗത്തെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്വാതി പോർട്ടൽ. ശാസ്ത്രരംഗത്തെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് സ്വാതി പോർട്ടൽ. സ്വാതി എന്നതിൻ്റെ പൂർണ്ണ രൂപം സയൻസ് ഫോർ വിമൺ, എ ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ എന്നതാണ്. സ്വാതി എന്നതിൻ്റെ പൂർണ്ണ രൂപം സയൻസ് ഫോർ വിമൺ, എ ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ എന്നതാണ്.
2024 പൂന്താനം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2024 പൂന്താനം പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 5ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എറണാകുളമാണ്. 5ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എറണാകുളമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് ദുബായിലാണ്. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് ദുബായിലാണ്. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും വികൃതമാക്കിയാൽ 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമമാണ് കേരള പ്രിവെൻഷൻ ഓഫ് ഡീഫേസ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ 2024. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചും ചുവരെഴുതിയും വികൃതമാക്കിയാൽ 1 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന കരട് നിയമമാണ് കേരള പ്രിവെൻഷൻ ഓഫ് ഡീഫേസ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ 2024. ബയോടെക്നോളജിയുടെ നൂതന മേഖലകളിലെ ഗവേഷണവും കണ്ടെത്തലുകളും യുവജനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ബിറാക്. ബയോടെക്നോളജിയുടെ നൂതന മേഖലകളിലെ ഗവേഷണവും കണ്ടെത്തലുകളും യുവജനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര ബയോടെക്നോളജി വകുപ്പ് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ബിറാക്. ബിറാക്കിന്റെ പൂർണ്ണരൂപം ബയോടെക്നോളജി ഇൻഡസ്ട്രി റിസർച്ച് അസിസ്റ്റൻസ് കൗൺസിൽ എന്നാണ്. വിപണി മൂല്യം 20 ലക്ഷം കോടി കടന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. വിപണി മൂല്യം 20 ലക്ഷം കോടി കടന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇന്ത്യൻ സിനിമാ താരം ഷാരൂഖ് ഖാനാണ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ഇന്ത്യൻ സിനിമാ താരം ഷാരൂഖ് ഖാനാണ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ചു പഠിക്കാനായി 2024 ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ചു പഠിക്കാനായി 2024 നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. പേസിന്റെ പൂർണ്ണരൂപം പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നാണ്. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി 2024 ഫെബ്രുവരിയിൽ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേസ്. പേസിന്റെ പൂർണ്ണരൂപം പ്ലാങ്ക്ടൺ എയ്റോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നാണ്. ശ്രീലങ്കയുടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഡബിൾ സെഞ്ചുറി നേടിയ താരമാണ് പതും നിസംഗ. ശ്രീലങ്കയുടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഡബിൾ സെഞ്ചുറി നേടിയ താരമാണ് പതും നിസംഗ. മൃഗങ്ങൾക്കായി രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വന്നത് മുംബൈയിലാണ്. മൃഗങ്ങൾക്കായി രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വന്നത് മുംബൈയിലാണ്. 2024 VT ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് ശ്രീ കലാമണ്ഡലം ഗോപിയാണ്. 2024 VT ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് ശ്രീ കലാമണ്ഡലം ഗോപിയാണ്. 2023 VT ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവായിരുന്നത് മുണ്ടൂർ സേതു മാധവനാണ്. 2023 VT ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് മുണ്ടൂർ സേതു മാധവൻ. 2024 VT ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപിയാശാനാണ്. 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. 2ാം സ്ഥാനത്ത് മധ്യപ്രദേശും 3ാം സ്ഥാനത്ത് കേരളവുമാണ്.
2024 ഫെബ്രുവരി മുതൽ നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയ രാജ്യം മ്യാൻമാർ ആണ്. 2024 ഫെബ്രുവരി മുതൽ നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയ രാജ്യം മ്യാൻമാർ ആണ്. കിടപ്പ് രോഗികളുടെയും ആശുപത്രിയിൽ എത്താൻ കഴിയാത്തവരുടെയും വീടുകളിൽ എത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് കെയർ കേരള. കിടപ്പ് രോഗികളുടെയും ആശുപത്രികളിൽ എത്താൻ കഴിയാത്തവരുടെയും വീടുകളിൽ എത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് കെയർ കേരള. പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ആരോഗ്യ സർവകലാശാലയാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ക്രിക്കറ്റുമായി. 2024 ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹിയാണ്. 2024 ഫെബ്രുവരിയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഡൽഹിയാണ്. ഇന്ത്യയുടെ UPI ഉപയോഗിച്ച് തയ്യാറാക്കിയ UAEയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനമാണ് ജയ്വാൻ. ഇന്ത്യയുടെ UPI സംവിധാനം ഉപയോഗിച്ച് തയ്യാറാക്കിയ UAEയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനമാണ് ജയ്വാൻ. 2024 ഫെബ്രുവരിയിൽ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട കെനിയൻ മാരത്തോൺ താരമാണ് കെൽവിൻ കിപ്റ്റം. 2024 ഫെബ്രുവരിയിൽ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട കെനിയൻ മാരത്തോൺ താരമാണ് കെൽവിൻ കിപ്റ്റം. അദ്ദേഹം കൊല്ലപ്പെടുന്ന സമയത്ത് ലോക 1-ാം റാങ്കിലുണ്ടായിരുന്നത് അദ്ദേഹമാണ്. കൂടാതെ മാരത്തോണിലെ ലോക റെക്കോർഡും നിലവിൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. 2024 ഫെബ്രുവരിയിൽ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ട കെനിയൻ മാരത്തോൺ താരമാണ് കെൽവിൻ കിപ്റ്റം. 2023 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഐവറി കോസ്റ്റ് ആണ്. 2023 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഐവറി കോസ്റ്റ് ആണ്. റണ്ണേഴ്സ് അപ്പ് നൈജീരിയയാണ്. മത്സരങ്ങൾക്ക് വേദിയായത് ഐവറി കോസ്റ്റ് ആണ്. 2023 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഐവറി കോസ്റ്റ് ആണ്. 2023 ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയായത് ഐവറി കോസ്റ്റ് ആണ്. റണ്ണേഴ്സ് അപ്പ് ആയിരുന്നത് നൈജീരിയയാണ്. കേരള പ്രീമിയർ ലീഗ് 2023-2024 ജേതാക്കൾ കേരള യുണൈറ്റഡ് FC ആണ്. കേരള പ്രീമിയർ ലീഗ് 2023-24 ജേതാക്കൾ കേരള യുണൈറ്റഡ് FC ആണ്. കേന്ദ്ര സർക്കാരിന്റെ പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേരാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. കേന്ദ്ര സർക്കാരിന്റെ പുരപ്പുറ സൗരോർജ പദ്ധതിയുടെ പേരാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. പ്രഥമ അംബേദ്കർ അയ്യൻകാളി പുരസ്കാര ജേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ്. പ്രഥമ അംബേദ്കർ അയ്യൻകാളി പുരസ്കാര ജേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമുള്ള MP ആണ്. 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കുറവ് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. 2023 റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ഏറ്റവും കുറവ് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് സ്കാനറാണ് ഇസ്യൂൾട്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിംഗ് സ്കാനറാണ് ഇസ്യൂൾട്ട്. പശ്ചിമ ബംഗാൾ ഗവർണറുടെ കർഷക പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ചെറുവയൽ രാമൻ. പശ്ചിമ ബംഗാൾ ഗവർണറുടെ കർഷക പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ചെറുവയൽ രാമൻ.
പശ്ചിമ ബംഗാളിന്റെ ഗവർണർ CV ആനന്ദ ബോസാണ്. 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38 ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ 2024 വേദിയായത് തൃശ്ശൂരാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ 2024 വേദി തൃശ്ശൂരാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട് എന്നാണ്. ഗുരുവിന്റെ വഴിയിൽ എന്ന കൃതിയുടെ രചയിതാവ് ഡോക്ടർ ഓമന ഗംഗാധരനാണ്. ഗുരുവിന്റെ വഴിയിൽ എന്ന കൃതി രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ഗുരുവിന്റെ വഴിയിൽ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V. ഹരി നായരാണ്. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ V. ഹരി നായർ. പ്രബോവെ സുബിയാന്തോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്തോനേഷ്യ. പ്രബോവെ സുബിയാന്തോ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്തോനേഷ്യ. 2024 PJ ആന്റണി പുരസ്കാര ജേതാവ് കരിവെള്ളൂർ മുരളിയാണ്. പ്രശസ്ത കവിയും നാടകകൃത്തുമായ കരിവെള്ളൂർ മുരളിക്കാണ് 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ചത്. ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് A-HELP പദ്ധതി. മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് A-HELP. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് R. അശ്വിൻ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റുകൾ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിനാണ്. ഒന്നാമത്തേത് അനിൽ കുംബ്ലെയാണ്. ലക്ഷദ്വീപിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു. മിനിക്കോയ് ദ്വീപിലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിലായിട്ടാണ് ഈ നാവിക താവളം നിലവിൽ വരുന്നത്. ലക്ഷദ്വീപിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നടപടിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. മത്സ്യഫെഡിന്റെ കേരളത്തിലെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ പറവൂർ എന്ന സ്ഥലത്താണ്. മത്സ്യഫെഡിന്റെ കേരളത്തിലെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ പറവൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ വികസന കേന്ദ്രവും നിലവിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഗവേഷണ വികസന കേന്ദ്രവും നിലവിൽ വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര. ഏകദിന ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബിയാണ്. ഏകദിന ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബിയാണ്. സൻസദ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് 2024 അർഹനായ കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രനാണ്. സൻസദ് ഫൗണ്ടേഷന്റെ സൻസദ് മഹാരത്ന പുരസ്കാരത്തിന് 2024 അർഹനായ കേരളത്തിൽ നിന്നുള്ള MP NK പ്രേമചന്ദ്രനാണ്. 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദിയായത് ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. 2022 വേദിയായത് ചെന്നൈ ആയിരുന്നു.
2022 ചെസ് ഒളിമ്പ്യാഡിന് വേദിയായത് ചെന്നൈയാണ്. 2024 ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് പദ്ധതി റദ്ദ് ചെയ്ത സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇലക്ടറൽ ബോണ്ട് പദ്ധതി റദ്ദ് ചെയ്ത സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത കേരള നിയമസഭ 15-ാം നിയമസഭയാണ്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത കേരള നിയമസഭ 15-ാം നിയമസഭയാണ്. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ലഭ്യമാകുന്ന ഒറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ബീമാ സുഖം. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ലഭ്യമാകുന്ന ഒറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ബീമാ സുഖം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ബീമാ സുഖത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാർ, രാം ഭദ്രാചാര്യ എന്നിവരാണ്. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ഗുൽസാർ, രാം ഭദ്രാചാര്യ എന്നിവരാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഗുൽസാർ ഉറുദു, ഹിന്ദി ഭാഷകളിൽ എഴുതുന്ന കവിയാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഗുൽസാർ ഉറുദു, ഹിന്ദി ഭാഷകളിലെ കവിയാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഗുൽസാറിന്റെ യഥാർത്ഥ നാമം സമ്പൂരൻ സിംഗ് കൽറ എന്നാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഗുൽസാറിന്റെ യഥാർത്ഥ നാമം സമ്പൂരൻ സിംഗ് കൽറ എന്നാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഗുൽസാറിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ചാന്ദ് പുക്രാജ് കാ, രാത് പശ്മിനെ കി, 15-5-75 എന്നിവ. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ഗുൽസാറിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ചാന്ദ് പുക്രാജ് കാ, രാത് പശ്മിനെ കി, 15-5-75 എന്നിവ. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ രാം ഭദ്രാചാര്യ ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? സംസ്കൃതം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ രാം ഭദ്രാചാര്യ സംസ്കൃത ഭാഷയിലെ സാഹിത്യകാരനാണ്. കേരള സർക്കാരിന്റെ പുതിയ മലയാളം നിഘണ്ടു മൊബൈൽ ആപ്ലിക്കേഷനാണ് മലയാളം നിഘണ്ടു. കേരള സർക്കാരിന്റെ പുതിയ മലയാളം നിഘണ്ടു മൊബൈൽ ആപ്പാണ് മലയാളം നിഘണ്ടു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മലയാളം നിഘണ്ടു എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലാണ്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽപാതയിലാണ് ഈ തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. 12.77 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. T50 എന്നാണ് ഈ തുരങ്കപാതയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലാണ്. ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21 ആണ്. ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21 ആണ്. 2024 ലോക മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ, എ പില്ലർ ഓഫ് ലേണിംഗ് ആൻഡ് ഇന്റർ ജനറേഷണൽ ലേണിംഗ് എന്നതാണ്. 2024 ലോക മാതൃഭാഷാ ദിനത്തിന്റെ പ്രമേയം മൾട്ടിലിംഗ്വൽ എഡ്യൂക്കേഷൻ, എ പില്ലർ ഓഫ് ലേണിംഗ് ആൻഡ് ഇന്റർ ജനറേഷണൽ ലേണിംഗ് എന്നാണ്. 2024 ഇന്ത്യൻ റബ്ബർ മീറ്റിന് വേദിയായത് ഗുവാഹത്തിയാണ്. 2024 ഇന്ത്യൻ റബ്ബർ മീറ്റിന് വേദിയായത് ഗുവാഹത്തിയാണ്. കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് വാട്ടർ ബെൽ. സ്കൂൾ കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്
കേരള നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് വാട്ടർ ബില്ല്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ആദ്യമായി പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ടീം എസ്റ്റോണിയ നാഷണൽ വനിതാ ടീമിനെയാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം ആദ്യമായി പരാജയപ്പെടുത്തിയ യൂറോപ്യൻ ടീം എസ്റ്റോണിയ നാഷണൽ വനിതാ ടീമാണ്. തുർക്കിഷ് വനിതാ കപ്പ് ഫുട്ബോൾ മത്സരത്തിലാണ് ഇന്ത്യ എസ്റ്റോണിയയെ പരാജയപ്പെടുത്തിയത്. ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജനാണ് അശ്വത് കൗശിക്. ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജൻ അശ്വത് കൗശിക് ആണ്. സിംഗപ്പൂരിനെ പ്രതിനിധീകരിച്ചാണ് അശ്വത് കൗശിക് മത്സരിച്ചത്. ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ വംശജൻ അശ്വത് കൗശിക് ആണ്. സിംഗപ്പൂരിനെ പ്രതിനിധീകരിച്ചാണ് ഈ 8 വയസ്സുകാരനായ അശ്വത് കൗശിക് മത്സരിച്ചത്. 2020 ക്രിക്കറ്റിൽ അതിവേഗം 10,000 റൺസ് നേടിയ താരം പാകിസ്ഥാന്റെ ബാബർ അസമാണ്. 2020 ക്രിക്കറ്റിൽ അതിവേഗം 10,000 റൺസ് നേടിയ താരം പാകിസ്ഥാന്റെ ബാബർ അസമാണ്. 2024 ഫെബ്രുവരിയിൽ വിജയകരമായി വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ പുതിയ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരിയിൽ വിജയകരമായി വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇൻസാറ്റ് ശ്രേണിയിലെ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS വിക്ഷേപണത്തിനുപയോഗിച്ച വാഹനം GSLV F-14 ആണ്. ഇൻസാറ്റ് 3DSന്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം GSLV F-14 ആണ്. ഇൻസാറ്റ് 3DS മിഷൻ ഡയറക്ടറായ മലയാളി ടോമി ജോസഫ് ആണ്. ഇൻസാറ്റ് 3DSന്റെ മിഷൻ ഡയറക്ടറായ മലയാളി ടോമി ജോസഫ് ആണ്. 2024 G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായത് റിയോ ഡി ജനീറോയാണ്. 2024 G20 വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് വേദിയായത് റിയോ ഡി ജനീറോയാണ്. 2024 G20 സമ്മേളനത്തിന് വേദിയായ രാജ്യം ബ്രസീലാണ്. 2024 G20 സമ്മേളന വേദിയായ രാജ്യം ബ്രസീലാണ്. 2024 കേരള റവന്യൂ അവാർഡ്സിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ കളക്ടറായ ജെറോമിക് ജോർജ് ആണ്. 2024 കേരള റവന്യൂ അവാർഡ്സിൽ മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരവും മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറായ ജെറോമിക് ജോർജുമാണ്. റവന്യൂ സർവേ ഭൂരേഖ വകുപ്പുകളിലെ മികച്ച ജീവനക്കാർക്ക് നൽകുന്ന പുരസ്കാരമാണ്. 2024 കേരള റവന്യൂ അവാർഡ്സിൽ മികച്ച ജില്ലാ കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ആണ്. മികച്ച കളക്ടറേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ്. 2024 കേരള റവന്യൂ അവാർഡ്സിൽ മികച്ച സബ് കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി സബ് കളക്ടറായ സന്ദീപ് കുമാർ ആണ്. 2024 കേരള റവന്യൂ അവാർഡ്സിൽ മികച്ച സബ് കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി സബ് കളക്ടറായ സന്ദീപ് കുമാർ ആണ്. 2024 കേരള റവന്യൂ അവാർഡ്സിൽ മികച്ച റവന്യൂ ഡിവിഷൻ ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടാണ്. 2024 കേരള റവന്യൂ അവാർഡ്സിൽ മികച്ച റവന്യൂ ഡിവിഷൻ ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാടാണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജി ശ്രീപതിയാണ്. ഗോത്ര വർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജി ശ്രീപതിയാണ്. തമിഴ്നാട് സ്റ്റേറ്റ് ജുഡീഷ്യൽ സർവീസിലാണ് ശ്രീപതി നിയമിതയായത്. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സിവിൽ ജഡ്ജിയാണ് ശ്രീപതി. 2022-23 വർഷത്തിലെ സ്വരാജ് ട്രോഫിയിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ
വലിയ പറമ്പ ഗ്രാമപഞ്ചായത്താണ്. 2022-23 വർഷത്തിലെ സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്താണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം 3 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ബ്ലോക്ക്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം, ഈ 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് 2022-23 വർഷത്തിലെ സ്വരാജ് ട്രോഫി മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. 2022-23 വർഷത്തിലെ സ്വരാജ് ട്രോഫി മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. 2022-23 വർഷത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരമാണ്. 2ാം സ്ഥാനത്ത് വന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. 2022-23 വർഷത്തിലെ സ്വരാജ് ട്രോഫിയിൽ മികച്ച നഗരസഭ അല്ലെങ്കിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂരാണ്. മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുരുവായൂരാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനാണ്. 2022-2023 മഹാത്മാ പുരസ്കാരങ്ങളിൽ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയും മലപ്പുറം ജില്ലയിലെ എടപ്പാളുമാണ്. 2022-23 വർഷത്തിലെ മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട പഞ്ചായത്തും മലപ്പുറം ജില്ലയിലെ എടപ്പാളുമാണ്. 2022-23 വർഷത്തിലെ മഹാത്മാ പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിളയാണ്. 2022-23 മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിളയാണ്. 2022-23 വർഷത്തിലെ മഹാത്മാ അയ്യൻകാളി പുരസ്കാരം മികച്ച നഗരസഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയാണ്. 2022-23 വർഷത്തിലെ മഹാത്മാ അയ്യൻകാളി പുരസ്കാരത്തിൽ മികച്ച നഗരസഭ അല്ലെങ്കിൽ മികച്ച മുനിസിപ്പാലിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലവുമാണ്. മികച്ച മുനിസിപ്പൽ കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊല്ലവുമാണ്. ഒരിക്കൽ കൂടി പറയാം. 2022-23 സ്വരാജ് ട്രോഫി മികച്ച ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം, പെരുമ്പടപ്പ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, കോട്ടയം ജില്ലയിലെ വൈക്കം. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം, മികച്ച 2ാമത്തെ ജില്ലാ പഞ്ചായത്ത് കൊല്ലം, മികച്ച നഗരസഭ ഗുരുവായൂർ, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം. 2022-23 മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയും മലപ്പുറം ജില്ലയിലെ എടപ്പാളും. 2022-23 മഹാത്മാ പുരസ്കാരത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ പെരുങ്കടവിള. 2022-23 വർഷത്തിലെ മഹാത്മാ അയ്യൻകാളി പുരസ്കാരം മികച്ച നഗരസഭ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ തലത്തിൽ ആന്റിബയോഗ്രാം സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാ തലത്തിൽ ആന്റിബയോഗ്രാം സംവിധാനം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ആന്റിബയോഗ്രാം സംവിധാനം ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ്. ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധ ശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതിനെയാണ് ആന്റിബയോഗ്രാം എന്ന് പറയുന്നത്. കേരളത്തിൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന കവറിന് ഉള്ള നിറം ഏതാണ്? നീല നിറമാണ്. കേരളത്തിൽ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന കവറിന്റെ നിറം നീല നിറമാണ്. കേരള ബാങ്കിന്റെ സിഇഒ ജോർട്ടി എം ചാക്കോയാണ്. കേരള ബാങ്കിന്റെ സിഇഒ ജോർട്ടി എം ചാക്കോയാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫോൺപേ പുറത്തിറക്കിയ ഇന്ത്യൻ ഭാഷകളിൽ പ്രവർത്തിക്കുന്ന ആപ്പ് സ്റ്റോർ ആണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫോൺപേ പുറത്തിറക്കിയ ഇന്ത്യൻ ഭാഷകളിൽ പ്രവർത്തിക്കുന്ന ആപ്പ് സ്റ്റോർ ആണ്
ഇൻഡസ് ആപ്പ് സ്റ്റോർ. റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ചാറ്റ് GPT മാതൃകയിലുള്ള സേവനമാണ് ഹനുമാൻ. റിലയൻസ് ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ചാറ്റ് GPT മാതൃകയിലുള്ള സേവനമാണ് ഹനുമാൻ. വികസിപ്പിച്ചത് ഭാരത് GPT ആണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സ്മരണയ്ക്കായി ലൈബ്രറി കോർണർ സ്ഥാപിച്ചത് പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ സ്മരണയ്ക്കായി ലൈബ്രറി കോർണർ സ്ഥാപിച്ചത് പത്തനംതിട്ട ജില്ലാ കോടതിയിലാണ്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ 100% വിദേശ നിക്ഷേപം അനുവദിക്കാൻ തീരുമാനിച്ച മേഖല ബഹിരാകാശ മേഖലയാണ്. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ 100% വിദേശ നിക്ഷേപം അനുവദിക്കാൻ തീരുമാനിച്ച മേഖല ബഹിരാകാശ മേഖലയാണ്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ബഹിരാകാശ വകുപ്പിന്റെ ചുമതലയും വഹിക്കുന്നത്. കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ വാക്സിൻ കുത്തിവയ്പിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ ജില്ല മലപ്പുറം ജില്ലയാണ്. കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ വാക്സിൻ കുത്തിവയ്പിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ ജില്ല മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം തളിപ്പറമ്പാണ്. 2024 മൂലൂർ അവാർഡ് ജേതാവ് കെ രാജഗോപാലാണ്. മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരമാണ് മൂലൂർ അവാർഡ്. 2024 മൂലൂർ അവാർഡിന് അർഹനായത് കെ രാജഗോപാൽ ആണെങ്കിൽ 2023 മൂലൂർ അവാർഡിന് അർഹയായത് ഷീജ വക്കമാണ്. 2024 മൂലൂർ അവാർഡിന് അർഹനായത് കെ രാജഗോപാൽ. 2023 മൂലൂർ അവാർഡ് ജേതാവ് ഷീജ വക്കമാണ്. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ് യോജന. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയുടെ പേരാണ് അടൽ വയോ അഭ്യുദയ് യോജന. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോടാണ്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ ഉതകുന്ന ഓപ്പൺ AI നിർമ്മിച്ച സാങ്കേതിക വിദ്യയുടെ പേരാണ് സോറ. ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ ഉതകുന്ന ഓപ്പൺ AI നിർമ്മിച്ച സാങ്കേതിക വിദ്യയുടെ പേരാണ് സോറ. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബിൽ 2024 പാസാക്കിയ രാജ്യം USA ആണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബിൽ 2024 പാസാക്കിയ രാജ്യം USA ആണ്. ആരോഗ്യം, സൈബർ സുരക്ഷ, കാലാവസ്ഥ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സഹകരണത്തിനായി രൂപവൽക്കരിച്ച ചതുർരാഷ്ട്ര സഖ്യമാണ് ക്വാഡ് സഖ്യം എന്ന് പറയുന്നത്. ആരോഗ്യം, സൈബർ സുരക്ഷ, കാലാവസ്ഥ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ സഹകരണത്തിനായി രൂപവൽക്കരിച്ച 4 രാജ്യങ്ങളുടെ സഖ്യമാണ് ക്വാഡ് സഖ്യം എന്ന് പറയുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ക്വാഡ് ബിൽ 2024 പാസാക്കിയ രാജ്യം USA ആണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനാണ് വി ഹെൽപ്പ്. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ്റെ പേരാണ് വി ഹെൽപ്പ്. വി ഹെൽപ്പിന്റെ ടോൾ ഫ്രീ നമ്പർ
1800 42 5 28 44 എന്നതാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റുന്നതിന് വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനാണ് വി ഹെൽപ്പ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡറാണ് ഒഡീസിയസ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ ലാൻഡറാണ് ഒഡീസിയസ്. ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് എന്ന കമ്പനിയാണ് ഒഡീസിയസിന്റെ നിർമ്മാതാക്കൾ. USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻറ്റ്യൂട്ടീവ് മെഷീൻസ് എന്ന കമ്പനിയാണ് ഒഡീസിയസിന്റെ നിർമ്മാതാക്കൾ. ഈ ചാന്ദ്ര ദൗത്യത്തിന് നേതൃത്വം വഹിച്ചത് നാസയാണ്. ഒഡീസിയസ് ദൗത്യത്തിന് നേതൃത്വം വഹിച്ചത് നാസയാണ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഒഡീസിയസ്. 71ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ്. 71ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ്. ഏത് സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരമാണ് ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാസർഗോഡ്. ഏത് സർവകലാശാലയുടെ ഭരണനിർവഹണ ആസ്ഥാന മന്ദിരമാണ് ഡോക്ടർ BR അംബേദ്കറുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടത്? സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാസർഗോഡ്. 77ാമത് ബാഫ്റ്റ പുരസ്കാരങ്ങളാണ് 2024 നൽകിയത്. 77ാമത് ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹെയ്മർ എന്ന ചിത്രമാണ്. ഓപ്പൺ ഹെയ്മർ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ക്രിസ്റ്റഫർ നോളനാണ്. 77ാമത് ബാഫ്റ്റ പുരസ്കാരങ്ങളിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹെയ്മർ ആണ്. ഓപ്പൺ ഹെയ്മറിന്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. അദ്ദേഹത്തിനാണ് 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓപ്പൺ ഹെയ്മർ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനാണ് 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹെയ്മർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കിലിയൻ മർഫിയാണ്. കിലിയൻ മർഫിയാണ് 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം ഓപ്പൺ ഹെയ്മർ. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമ്മ സ്റ്റോൺ ആണ്. ചിത്രം പുവർ തിങ്സ്. പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് എമ്മ സ്റ്റോണിനാണ് 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച തിരക്കഥയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനാറ്റമി ഓഫ് എ ഫോൾ എന്ന ചിത്രത്തിനാണ്. മികച്ച തിരക്കഥയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനാറ്റമി ഓഫ് എ ഫോൾ എന്ന ചിത്രത്തിന്റെ തിരക്കഥയാണ്. 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ മികച്ച തിരക്കഥ അനാറ്റമി ഓഫ് എ ഫോൾ. 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സിനിമാ താരം ദീപിക പദുകോണാണ്. 77ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സിനിമാ താരം ദീപിക പദുകോണാണ്. ദോസ്തി 16 ത്രിരാഷ്ട്ര സമുദ്ര സുരക്ഷാഭ്യാസത്തിന് വേദിയായ രാജ്യം മാലിദ്വീപാണ്. ദോസ്തി 16 ത്രിരാഷ്ട്ര സമുദ്ര സുരക്ഷാഭ്യാസത്തിന് വേദിയായ രാജ്യം മാലിദ്വീപാണ്. ദോസ്തി 16 ത്രിരാഷ്ട്ര സമുദ്ര സുരക്ഷാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ത്യയും ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ദോസ്തി 16 ത്രിരാഷ്ട്ര സമുദ്ര സുരക്ഷാഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ ആണ് ജസീന്ത കല്യാൺ. സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്മാർട്ട് ഐ പദ്ധതി. സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്
സ്മാർട്ട് ഐ പദ്ധതി. അടുത്തിടെ അന്തരിച്ച വാഴേങ്കട വിജയൻ ഏത് മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്? കഥകളി. അടുത്തിടെ അന്തരിച്ച വാഴേങ്കട വിജയൻ ഏത് മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്? കഥകളി. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്നത് കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്നത് കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ്. കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിലാണ്. കേരളത്തിലെ ആദ്യത്തെ കൂൺ ഗ്രാമം പദ്ധതി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ പാലമാണ് സുദർശൻ സേതു. ഗുജറാത്തിലെ ദ്വാരകയ്ക്കടുത്തുള്ള ഓഖയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുതിർന്ന നിയമജ്ഞനും ഗ്രന്ഥകാരനും മുൻ രാജ്യസഭാംഗവുമായിരുന്ന വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുതിർന്ന നിയമജ്ഞനും ഗ്രന്ഥകാരനും മുൻ രാജ്യസഭാംഗവുമായിരുന്ന വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ. അദ്ദേഹത്തിന് 1991 പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. 1991 ഫാലി എസ് നരിമാന് പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. 2007 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തിടെ അന്തരിച്ച ഫാലി എസ് നരിമാന് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 1991, പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് 2007. ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറീസ് ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി. ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറീസ് ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി. അദ്ദേഹത്തിന്റെ മറ്റു ബുക്കുകളാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോർട്ട്, ദ സ്റ്റേറ്റ് ഓഫ് ദി നേഷൻ എന്നിവയൊക്കെ. ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് ആൻഡ് ഓട്ടോബയോഗ്രഫി. അദ്ദേഹത്തിന്റെ മറ്റു ബുക്കുകളാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗോഡ് സേവ് ദ ഓണറബിൾ സുപ്രീം കോർട്ട്, ദ സ്റ്റേറ്റ് ഓഫ് ദി നേഷൻ എന്നിവയൊക്കെ. ഗൂഗിൾ അടുത്തിടെ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ ഓപ്പൺ AI മാതൃകയാണ് ഗമ്മ. ഗൂഗിൾ അടുത്തിടെ പുറത്തിറക്കിയ സ്വതന്ത്ര ഡെവലപ്പർമാർക്ക് അവരുടേതായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ ഓപ്പൺ AI മാതൃകയാണ് ഗമ്മ. ട്രെയിൻ യാത്രക്കാർക്ക് ഭക്ഷണം എത്തിച്ചു നൽകാൻ IRCTCയുമായി കരാറിൽ ഏർപ്പെട്ട കമ്പനി സ്വിഗ്ഗിയാണ്. ട്രെയിൻ യാത്രക്കാർക്ക് ഭക്ഷണം എത്തിച്ചു നൽകാൻ IRCTCയുമായി ചേർന്ന് കരാറിൽ ഏർപ്പെട്ട കമ്പനിയാണ് സ്വിഗ്ഗി. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 5ാമത് ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായത് രാജസ്ഥാനിലെ മഹാജനാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള 5ാമത് ധർമ്മ ഗാർഡിയൻ സൈനിക അഭ്യാസത്തിന് വേദിയായത് രാജസ്ഥാനിലെ മഹാജനാണ്. കളിമണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൺകുരൽ. കളിമണ്ണിൽ തീർത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടി ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൺകുരൽ. 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കിയ സംസ്ഥാനം അസമാണ്. 2024 ഫെബ്രുവരിയിൽ 1935 മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം റദ്ദാക്കിയ സംസ്ഥാനം അസമാണ്. 2024 വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭനയാണ്. ആശാ ശോഭന
മലയാളിയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന് വേണ്ടിയിട്ടാണ് ആശാ ശോഭന വനിതാ പ്രീമിയർ ലീഗിൽ കളിക്കുന്നത്. 2024 വനിതാ പ്രീമിയർ ലീഗിൽ 5 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭനയാണ്. ടീം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം ലിയനാർഡോ ഡാവിഞ്ചിയുടെ കോഡെക്സ് ലെസ്റ്റർ ആണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം ലിയനാർഡോ ഡാവിഞ്ചിയുടെ കോഡെക്സ് ലെസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ മിറർ ഇമേജ് ശൈലിയിലാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന് 1994 ബിൽ ഗേറ്റ്സ് ആണ് $3 കോടി നൽകി ഈ പുസ്തകം വാങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകം എന്നറിയപ്പെടുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയുടെ കോഡെക്സ് ലെസ്റ്റർ ആണ്. അസം സംസ്ഥാനത്തിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നെമു ആണ്. അസം സംസ്ഥാനത്തിന്റെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് കാജി നേമു ആണ്. 51ാമത് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൗൺ അവാർഡിന് അർഹമായ ചിത്രം ദി ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന ചിത്രമാണ്. 51ാമത് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൗൺ അവാർഡിന് അർഹമായ ചിത്രം ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രമാണ്. ഷൈസൺ പി ഔസേഫ് ആണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ സിസ്റ്റർ റാണി മരിയ എന്ന കഥാപാത്രമായി അഭിനയിച്ചത് വിൻസി അലോഷ്യസ് ആണ്. മധ്യപ്രദേശിലെ പീഡിത ജനതയ്ക്കിടയിൽ പ്രവർത്തിച്ച വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം പറയുന്ന ചിത്രമാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രം. 51ാമത് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ വിഷ്വൽ മീഡിയ ഗോൾഡൻ ക്രൗൺ അവാർഡിന് അർഹമായ ചിത്രമാണ് ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന ചിത്രം. സംവിധായകൻ ഷൈസൺ പി ഔസേഫ് ആണ്. ജിമെയിലിന് ബദലായി ഈലോൺ മസ്ക് അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ. ജിമെയിലിന് ബദലായി ഈലോൺ മസ്ക് അവതരിപ്പിച്ച പുതിയ സംവിധാനമാണ് എക്സ്മെയിൽ. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് അബുദാബിയാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായത് അബുദാബിയാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗായകനും തിരക്കഥാകൃത്തുമായ കുമാർ സാഹ്നിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് മായാദർപ്പൺ, തരംഗ്, ഖയാൽ ഗാഥ, കസ്ബ, ഭവന്തരണ, 4 അധ്യായ് എന്നിവ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ കുമാർ സാഹ്നിയുടെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് മായാദർപ്പൺ, തരംഗ്, ഖയാൽ ഗാഥ, കസ്ബ, ഭവന്തരണ, 4 അധ്യായ് എന്നിവ. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് ജില്ലയാണ്. ഇന്ത്യയിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട് ജില്ലയാണ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. 2024 അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനാണ് പങ്കജ് ഉദാസ്. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 2006 പങ്കജ് ഉദാസിന്റെ ആദ്യത്തെ ഗസൽ ആൽബമാണ് ആഹത്ത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഗസൽ ഗായകനായ പങ്കജ് ഉദാസിന്റെ ആദ്യത്തെ ഗസൽ ആൽബമാണ് ആഹത്ത്. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 2006 അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 27 അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 27 വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം വൈറസ് ആണ് ഗോംബസ് സാമൂരിനോറം. വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം വൈറസ് ആണ് ഗോംബസ് സാമൂരിനോറം. സാമൂതിരിമാരോടുള്ള ബഹുമാനാർത്ഥമാണ് ഇതിന് ഗോംബസ് സാമൂരിനോറം എന്ന പേര് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിതയാണ്
മറിയം നവാസ് ഷെരീഫ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിത മറിയം നവാസ് ഷെരീഫാണ്. ഓഫീസുകളിൽ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ച് ബെൽ. ഓഫീസുകളിൽ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ലഞ്ച് ബെൽ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവർ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം മലയാളിയാണ്, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവർ. ഗഗൻയാൻ യാത്രികരിലെ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഗഗൻയാൻ യാത്രികരിലെ മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. ഗഗൻയാൻ ദൗത്യത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട യാത്രികരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ലയാണ്. ഗഗൻയാൻ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ലയാണ്. ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന വിദേശ സ്ഥാപനമാണ് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനട്ട് ട്രെയിനിങ് സെന്റർ. ഗഗൻയാൻ യാത്രികർക്ക് പരിശീലനം നൽകുന്ന വിദേശ സ്ഥാപനം റഷ്യയിലെ ഗഗാറിൻ കോസ്മോനട്ട് ട്രെയിനിങ് സെന്റർ ആണ്. ഗഗൻയാൻ യാത്രികർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകിയത് ബാംഗ്ലൂരിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ആണ്. ഗഗൻയാൻ യാത്രികർക്ക് ഇന്ത്യയിൽ പരിശീലനം നൽകിയത് ബാംഗ്ലൂരിലെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ ആണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ ദൂരം എറിഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ താരം മാക്സ് ഡെനിങ് ആണ്. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ ദൂരം എറിഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ താരം മാക്സ് ഡെനിങ് ആണ്. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ്. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിനി എന്ന സ്ഥലത്താണ്. ലോക്പാലിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ ആണ്. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ ആണ്. ലോക്പാൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 2019 ആണ്. ലോക്പാൽ അധ്യക്ഷനായി 2024 ഫെബ്രുവരിയിൽ നിയമിതനായത് ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ ആണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 28 ആണ്. ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 28 ആണ്. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയമായിരുന്നത് വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ്. 2024 ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വികസിത ഭാരതത്തിനായുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ്. വിമാനയാത്രക്കാർക്ക് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനി എയർ ഇന്ത്യയാണ്. വിമാനയാത്രക്കാർക്ക് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ നൃത്തമുദ്രകളിലൂടെ അവതരിപ്പിച്ച വിമാന കമ്പനി എയർ ഇന്ത്യയാണ്. കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022 അംഗീകാരം നൽകിയത് ദ്രൗപദി മുർമുവാണ്. കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022 അംഗീകാരം നൽകിയത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. കേരള ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച 7 ബില്ലുകളിൽ ഒന്നാണ് കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 2023 നവംബറിലാണ് കേരള ഗവർണർ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. കേരള നിയമസഭ ലോകായുക്ത ഭേദഗതി ബിൽ പാസാക്കിയത് 2022 ഓഗസ്റ്റ് 30 2024 ബ്രിട്ടീഷ് രാജാവിന്റെ ഓണററി നൈറ്റ്ഹുഡ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ സുനിൽ ഭാരതി മിത്തലാണ്. 2024 ബ്രിട്ടീഷ് രാജാവിന്റെ ഓണററി നൈറ്റ്ഹുഡ് ലഭിച്ച ഇന്ത്യക്കാരൻ സുനിൽ ഭാരതി മിത്തലാണ്.
പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നലാണ് പിയുമോയിഡസ് ഇൻഡിക്കസ്. പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നലാണ് പിയുമോയിഡസ് ഇൻഡിക്കസ്. 2024 കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് കശ്മീർ സ്വദേശിനിയായ സന ഇർഷാദ് മട്ടു ആണ്. 2024 കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടു ആണ്. ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് സന ഇർഷാദ് മട്ടു. ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് കണ്ടെത്തിയ ഗുളികയാണ് R+CU. ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് മുംബൈ കണ്ടെത്തിയ ഗുളികയാണ് R+CU. മുർബെ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മുർബെ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കേന്ദ്ര സർക്കാരിന്റെ ടെക് ഇന്നവേഷൻ ചലഞ്ചിൽ 50 ലക്ഷം രൂപയുടെ പുരസ്കാരം നേടിയ കമ്പനിയാണ് ടെക് ജൻഷ്യ. കേന്ദ്ര സർക്കാരിന്റെ ടെക് ഇന്നവേഷൻ ചലഞ്ചിൽ 50 ലക്ഷം രൂപയുടെ പുരസ്കാരം നേടിയ കമ്പനിയാണ് ടെക് ജൻഷ്യ. 2024 അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് വേദിയായത് ഷില്ലോങ് ആണ്. 2024 അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിന് വേദിയായത് ഷില്ലോങ് ആണ്. 2024 അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൽ അവതരിപ്പിച്ച കേരളത്തിലെ പദ്ധതിയാണ് വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി. 2024 അന്താരാഷ്ട്ര വാട്ടർ കോൺക്ലേവിൽ അവതരിപ്പിച്ച കേരളത്തിലെ പദ്ധതിയാണ് വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി. വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ നിയോജക മണ്ഡലം കാട്ടാക്കട നിയോജക മണ്ഡലമാണ്. വറ്റാത്ത ഉറവയ്ക്കായി ജലസമൃദ്ധി എന്ന പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ നിയോജക മണ്ഡലം കാട്ടാക്കടയാണ്. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം ഗ്രീസ് ആണ്. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം ഗ്രീസ് ആണ്. സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ ആദ്യത്തെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യമാണ് ഗ്രീസ്. 2024 ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രോഗമാണ് ചിക്കൻ പോക്സ്. 2024 ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രോഗമാണ് ചിക്കൻ പോക്സ്. 48 വർഷങ്ങൾക്ക് ശേഷമാണ് ചിക്കൻ പോക്സിനെ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയാണ് ഐറിസ്. 2024 ISRO ഭൂമിയിൽ വിജയകരമായി തിരിച്ചിറക്കിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. 2024 ISRO ഭൂമിയിൽ വിജയകരമായി തിരിച്ചിറക്കിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. 2019 ഇതിന്റെ കാലാവധി അവസാനിച്ചതായിരുന്നു. 2007 കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചിരുന്നത്. 2024 ISRO ഭൂമിയിൽ വിജയകരമായി തിരിച്ചിറക്കിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. വാധുവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വാധുവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. കാഴ്ച നഷ്ടപ്പെടാതെ കണ്ണിലെ ക്യാൻസർ ചികിത്സ വിജയകരമായി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രി തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ ആണ്. കാഴ്ച നഷ്ടപ്പെടാതെ കണ്ണിലെ ക്യാൻസർ ചികിത്സ വിജയകരമായി പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയാണ് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല വയനാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല വയനാട് ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. ഏറ്റവും കുറവ് പച്ചത്തുരുത്തുകളുള്ള ജില്ല വയനാട്.
ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമണാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമണാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരുമാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ, കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂരുമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം നേടിയത് ഇംഗ്ലണ്ടിനെതിരെയാണ്. 434 റൺസിനായിരുന്നു ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ ഏറ്റവും വലിയ വിജയം നേടിയത് ഇംഗ്ലണ്ടിനെതിരെയാണ്. ഇതൊക്കെ ഏത് സമയം മാറാവുന്നതാണ്. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗം ജേതാക്കൾ ഇന്ത്യയാണ്. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗം ജേതാക്കളായത് ഇന്ത്യയാണെങ്കിൽ പുരുഷ വിഭാഗം ജേതാക്കളായത് ചൈനയാണ്. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗം ജേതാക്കൾ ഇന്ത്യ. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 പുരുഷ വിഭാഗം ജേതാക്കൾ ചൈന. മത്സരങ്ങൾക്ക് വേദിയായത് മലേഷ്യയാണ്. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗത്തിൽ ടീം ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ട്രീസ ജോളിയാണ്. ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗത്തിൽ ടീം ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ട്രീസ ജോളിയാണ്. വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ. വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദി ഹോം വെയർ ഫാദർ വാസ് ബോൺ. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആർ നന്ദകുമാർ ആണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് അച്ഛൻ പിറന്ന വീട്. കേരള മുഖ്യമന്ത്രി യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയുടെ പേരാണ് മുഖാമുഖം. കേരള മുഖ്യമന്ത്രി യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയുടെ പേരാണ് മുഖാമുഖം. 2024 50-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണ ഖനന കേന്ദ്രമാണ് മുംബൈ ഹൈഫീൽഡ്. 2024 50-ാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണ ഖനന കേന്ദ്രമാണ് മുംബൈ ഹൈഫീൽഡ്. റവന്യൂ വകുപ്പിലെ ഇ ഡിസ്ട്രിക്ട് ഓൺലൈൻ പോർട്ടൽ സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. റവന്യൂ വകുപ്പിലെ ഇ ഡിസ്ട്രിക്ട് ഓൺലൈൻ പോർട്ടൽ സംവിധാനം കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് കേരള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സുതാര്യത.